നാളെ തൊട്ടായിരിക്കും വീടുകളിലോട്ട് നിങ്ങളുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് കൈകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ ബാങ്കുകളിലോട്ട് ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ ഓരോ ഏരിയകൾ തിരിച്ച് അതിൽ നിന്നുമായിരിക്കും ഓരോ സ്ഥലങ്ങളിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തോട് കൂടിയിട്ട് എല്ലാവരുടെ കൈകളിലും ഈ ഒരു എമൗണ്ട് എത്തുന്നതാണ്. ബാങ്കുകളിൽ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എമൗണ്ട് കൈകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീടുകളിൽ എത്തുന്നത് കൊണ്ട് സഹകരണ ജീവനക്കാർ മുഖാന്തരം അവർ നിങ്ങളുടെ വീടുകളിലോട്ട് ഈ ഒരു എമൗണ്ട് കൊണ്ട് എത്തിക്കുന്നതാണ്. പിന്നെയുള്ളൊരു സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 200, 400, 500 ആ ഒരു എമൗണ്ടും നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. പക്ഷേ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും വരുന്നത്. അതായത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ ആ ഒരു ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും ആ ഒരു എമൗണ്ട് എത്തുക. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. 200, 300, 500 ആ ഒരു രീതിയിൽ എമൗണ്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആധാറുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മുടെ കൈകളിലല്ല എത്തിക്കുന്നത്, അവർ അക്കൗണ്ട് മുഖാന്തരമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് തരുന്നത്. അതുകൊണ്ട് ലിങ്ക് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടണമെന്നില്ല. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലല്ലാണ്ട് ഈ ഒരു ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ അക്കൗണ്ടുകളിലോട്ടും ഈ ഒരു എമൗണ്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വേറെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിലോട്ടും ചിലപ്പോൾ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രിസ്മസ് അതുപോലെ തന്നെ ഈ ഒരു ന്യൂ ഇയർ ഒക്കെ വരുന്നത് പ്രമാണിച്ചാണ് ഇത്രയും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൻഷൻ തുക നിങ്ങളുടെ കൈകളിലോട്ട് സർക്കാർ എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അക്കൗണ്ടിൽ പൈസ കിട്ടുന്നവർക്ക് ഏകദേശം ഒരാഴ്ചയോളം ആയിട്ടുണ്ട് അവർക്ക് അക്കൗണ്ടുകളിലോട്ട് എമൗണ്ട് എത്തിയിട്ടുണ്ട്. കൈകളിൽ എത്തിക്കാവുന്നവർക്ക് മാത്രമാണ് ഒരു 2-3 ദിവസത്തെ ആ ഒരു ഡിലേ വന്നത്. അപ്പോൾ അതും എന്തായാലും നാളത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലോട്ട് ആ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. എന്തായാലും ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് എല്ലാവരുടെ പക്കലും എത്തിക്കാൻ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തി വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കിപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ട് കാണിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ മുടങ്ങാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പോൾ 1 ലക്ഷത്തിൽ എബോ നിങ്ങൾക്ക് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലരോട് ഡൗട്ട് വരുമ്പോഴത്തേക്കാണ് അവർ ഇൻകം സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് അക്ഷയയിൽ പോയി തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. എല്ലാവർക്കും വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നുകിൽ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാർഡ് മുഖാന്തരമൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേരോട് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 2026 ജനുവരി മുതൽ നമുക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മുടെ പെൻഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.